ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपथकमलं श्रीगुरुं वैष्णवांश श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सगणललिता शिविशाखान्वितं च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्त राधाकान्त नमोस्तुते। तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिने नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त वृंदा। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे हरे कृष्ण हरि ओम तत्सत्. അപ്പോൾ നമ്മൾ ഇന്ന് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ ഇസ്കോൺ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് എന്നീ ആധ്യാത്മിക പ്രസ്ഥാനത്തിന്റെ 7 ലക്ഷ്യങ്ങളെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. സെവൻ പർപ്പസസ് ഓഫ് ഇസ്കോൺ. എന്തിനാണ് ശ്രീല പ്രഭുപാദർ ഈ ഇസ്കോൺ എന്നുള്ള സ്ഥാപനം സ്ഥാപിച്ചത്, അതിന്റെ ഉദ്ദേശം എന്താണ്, ലക്ഷ്യങ്ങൾ എന്താണ്? അപ്പോൾ പ്രധാനപ്പെട്ട 7 ലക്ഷ്യങ്ങൾ, ഒരുപാട് ലക്ഷ്യങ്ങളുടെ അതിൽ പ്രധാനപ്പെട്ട 7 ലക്ഷ്യങ്ങളെ ഇവിടെ പ്രഭുപാദ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ടു സിസ്റ്റമാറ്റിക്കലി പ്രൊപ്പഗേറ്റ് സ്പിരിച്വൽ നോളജ്. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ ഒരു സൊസൈറ്റി നിലവിലില്ല. പ്രഭുപാദയ്ക്ക് അറിയാം, ഇന്നത്തെ കാലത്തും ഇല്ല. ആത്മീയ ജ്ഞാനം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രസ്ഥാനം ഇല്ല. അപ്പൊ അതിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, ആർക്ക് വേണ്ടിയിട്ട്? സൊസൈറ്റി അറ്റ് ലാർജ്, എല്ലാവർക്കും വേണ്ടിയിട്ട്. അതായത് ഒരു സെക്റ്റിന് മാത്രമല്ല, സൊസൈറ്റി അല്ല, എല്ലാ ആൾക്കാർക്കും വേണ്ടിയിട്ട്, മനുഷ്യരായിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു സിസ്റ്റമാറ്റിക് ടീച്ചിങ്സ്, വേദിക് ടീച്ചിങ്സ് ഉള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ള ആദ്യത്തേത്. പിന്നെ ടു എഡ്യൂക്കേറ്റ് ഓൾ പീപ്പിൾ ഇൻ ടെക്നിക്സ്, അതായത് ആധ്യാത്മിക ലോകത്തിൽ ആധ്യാത്മിക ജ്ഞാനത്തിന് അത് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ടെക്നിക്സ് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും എല്ലാ മനുഷ്യർക്കും എന്താണ്, ഇൻ ഓർഡർ ടു ചെക്ക് ദ ഇംബാലൻസ് ഓഫ് വാല്യൂസ് ഇൻ ലൈഫ്. ഓക്കെ, അപ്പോൾ ഈ സൊസൈറ്റിയിൽ, ഓക്കെ, നമ്മളുടെ ഈ രാജ്യത്ത്, നമ്മുടെ ഈ ലോകത്ത് എല്ലാവർക്കും ഡിഫറെൻറ്റ് വാല്യൂസ് ആണ്. അവർക്ക് എന്താണ് റിയൽ വാല്യൂസ് എന്ന് അറിയില്ല. അപ്പൊ ടെമ്പററി വാല്യൂസിന്റെ ആസ്പദമാക്കിയിട്ടാണ് എല്ലാവരും, ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള അജണ്ടകളുണ്ട്. അത് എങ്ങനെയും സാധിച്ചെടുക്കണം എന്നുണ്ട്. പക്ഷെ എന്താ റിയൽ വാല്യൂസ് അറിയില്ല. അപ്പൊ അതിനൊരു ഇംബാലൻസ് ഉണ്ട് ഇവിടെ. അപ്പൊ അതിനെ ഒന്ന് ചെക്ക് ചെയ്യാൻ, അതിനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ ഒരു പ്രോപ്പർ ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. അതെ, വീടിന്റെ ഉമ്മറത്തെ ഒരു പാമ്പ് ഉണ്ട്. അപ്പൊ അത് എവിടേക്കാ പോവാൻ നോക്കി പേടിച്ചിട്ടാ നിക്കണേ. ഇവിടെ ഒരു കുട്ടി വന്നിട്ട് പറഞ്ഞതാ, ഞാൻ വാതിലടച്ചേക്കായിരുന്നേ. അതിപ്പോ ഇതേ വീടിന്റെ ഇതേ കണ്ടാ. അങ്ങനെ എനിക്കിത് കാണിച്ചു തരാൻ അറിയില്ല. പ്രഭു റെക്കോർഡ് കൊണ്ടിട്ട് അതിങ്ങനെ എനിക്ക് റെക്കോർഡ് ക്ലാസ് ഒന്ന് ഇടുവോ പ്രഭു? ശരി, ഓക്കെ. ഇതാരും ഇല്ല ഇവിടെ. ഇതാണെങ്കിൽ ഇവിടുന്ന് പോണൂല, ഉമ്മറത്തേക്കും ഒക്കെ വരിക. കുഴപ്പമില്ല, മതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ടേക്ക് കെയർ. അപ്പോ നമ്മളുടെ സാമാന്യമായിട്ടുള്ള ധർമ്മങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, സ്ത്രീധർമ്മം, പുരുഷധർമ്മം, രാജധർമ്മം, അങ്ങനെ ഒരുപാടുണ്ട്. ആ ധർമ്മത്തിലാണ് നമ്മളെല്ലാം. പക്ഷെ അതിലുപരിയായിട്ട് സനാതന ധർമ്മമുണ്ട്, മനുഷ്യന്റെ സനാതനമായിട്ട് എറ്റേണൽ ധർമ്മം. അപ്പോൾ ആ വാല്യൂസ് ആർക്കും അറിയില്ല. എല്ലാം ടെമ്പററി ആയിട്ടുള്ള, താൽക്കാലികമായിട്ടുള്ള
ധർമ്മത്തിൽ മുഴുകി ജീവിക്കുന്ന ആൾക്കാരാണ്. എന്തിന്? അവനവന്റെ ഭൗതിക ഗുണത്തിന് വേണ്ടിയിട്ട്. അപ്പൊ അതിൽ നിന്നും സനാതന ധർമ്മത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു വിദ്യ കൊടുക്കുക എന്നാണ് ഉദ്ദേശം. അപ്പൊ എന്നിട്ട് അതിന്റെ ഇംബാലൻസ് മാറ്റുക. വാല്യൂസ് ഓഫ് ലൈഫ് എന്താണ്? വാല്യൂസ് ഓഫ് ലൈഫ് ആൻഡ് ടു അച്ചീവ് ദ യൂണിറ്റി ആൻഡ് പീസ് ഇൻ ദ വേൾഡ്. എന്നാൽ മാത്രമേ നമുക്ക് ശാന്തി, സമാധാനം, ഒരു കോപ്പറേഷനും ഈ ലോകത്ത് കൊണ്ടുവരാൻ പറ്റൂ. എല്ലാവരുടെയും ഒരേ ലക്ഷ്യമാണെങ്കിൽ അപ്പോൾ അവിടെ കോപ്പറേഷൻ ഉണ്ടായിരിക്കും. എനിക്ക് ഒരു ലക്ഷ്യം, നിങ്ങൾക്ക് ഇവിടെ 5 പേരുണ്ട്, 5 പേർക്കും 5 ലക്ഷ്യമാണെങ്കിൽ നമുക്ക് സഹകരിച്ച് പ്രവർത്തിക്കാൻ പറ്റില്ല. ഓക്കെ, അതുണ്ടായിക്കോട്ടെ, 5 ഡിഫറെൻറ്റ് ഗോൾസ് ഉണ്ടായിക്കോട്ടെ, ആംബിഷൻസ് ആയിക്കോട്ടെ, അൾട്ടിമേറ്റ്ലി അതെല്ലാം ചെന്നെത്തുന്നത് എല്ലാം ഒരു ലക്ഷ്യത്തിലായിരിക്കണം. അപ്പം ഇതാണ് ഫസ്റ്റ്. ഒരു ബ്രീഫായിട്ട് ഞാൻ പറയുന്നുള്ളൂ. ഫസ്റ്റ് മിഷൻ: systematically propagate spiritual knowledge to society at large and to educate all people in the techniques of spiritual life in order to check the imbalance of values in life and to achieve real unity and peace of real unity. ഇപ്പോൾ നമ്മുടെ യുണൈറ്റഡ് നേഷൻസ് ഒക്കെ ഉണ്ട് അല്ലേ? എന്തിനാണ് യുണൈറ്റഡ് നേഷൻസ്? എല്ലാ രാജ്യങ്ങളെയും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പ്രഭുപാദ പറയാണ്, യുണൈറ്റഡ് നേഷൻസ് പറഞ്ഞാലും എല്ലാം ഒരു കുടക്കീഴിലും ഒരു ഫ്ലാഗ് ആയിരിക്കണം. ഇത് 200 രാജ്യങ്ങളുണ്ടെങ്കിൽ 200 ഫ്ലാഗാണ്. എങ്ങനെ അവിടെ സഹകരണം ഉണ്ടാവുക? അവിടെ തന്നെ നമ്മൾ പാളിയില്ലേ? ഒറ്റ യുണൈറ്റഡ് നേഷൻ പറഞ്ഞാൽ there should be one goal, one flag, one ambition. അതല്ല. അപ്പൊ 200 രാജ്യങ്ങളുണ്ടെങ്കിൽ 200 രാജ്യങ്ങളുടെയും വ്യത്യസ്തമായിട്ടുള്ള ലക്ഷ്യങ്ങളാണ്. പിന്നെ എങ്ങനെ യുണൈറ്റഡ് ആവാൻ പറ്റുക? അപ്പൊ ISKCON is one such institution who can bring everybody under one umbrella. നമ്മുടെ ഒരേ ഒരു ലക്ഷ്യമാണ് ലിബറേഷൻ ഫ്രം ദിസ് മെറ്റീരിയൽ എക്സിസ്റ്റൻസ്, അല്ലേ? ഇവിടുന്ന് ഈ സംസാര സാഗരത്തിൽ നിന്ന് കര കയറിയിട്ട് നമ്മളുടെ ഒറിജിനൽ ധാമിലെത്തി ഒറിജിനൽ ആയിട്ടുള്ള പൊസിഷനിൽ നമ്മളുടെ സ്വരൂപത്തിൽ ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ് നമ്മളുടെ അൾട്ടിമേറ്റ് ഗോള്. രണ്ടാമത്തെ, ടു പ്രൊപ്പഗേറ്റ് എ കോൺഷ്യസ്നെസ് ഓഫ് കൃഷ്ണ ഗോഡ് as it is revealed in the great scriptures of India, Bhagavad Gita and Srimad Bhagavatam. രണ്ടാമത്തേത്, അതായത് നമുക്ക് കൃഷ്ണാവബോധം പറഞ്ഞു തരാം, അതിൻ്റെ ജ്ഞാനം പകർന്നു തരാം. എങ്ങനെ? എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഭഗവത്ഗീതയും ശ്രീമദ് ഭാഗവതത്തെയും ആസ്പദമാക്കി, അതിനെ ആധാരമാക്കി നമ്മളുടെ അവബോധം എങ്ങനെ ഇരിക്കണം. നമ്മൾക്ക് മനുഷ്യജന്മം കിട്ടി. ഈ മനുഷ്യജന്മം കിട്ടിയാൽ നമ്മളുടെ അവബോധം ഏത് തലത്തിലേക്ക് വളർത്തിയെടുക്കണം എന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടി പ്രഹ്ലാദ് മഹാരാജ് പറയുന്നുണ്ട്, കൗമാരേ ആചരം പ്രാജ്ഞു ധർമാൻ ഭാഗവതാൻ ഇഹ ദുർലഭം മാനുഷ്യം ജന്മ തദപി അധ്രുവം അർത്ഥതം. ഓക്കെ, അപ്പൊ എന്താണ് പ്രഹ്ലാദ് മഹാരാജ് പറയുന്നത്? തൻ്റെ സഹപാഠികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് കൗമാരേ ആചരം പ്രാജ്ഞു, അതായത് കൗമാരത്തിൽ നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങണം. എന്ത്? ഭക്തി പോയി. എന്തൊരു കഷ്ടം. ഇനിയിപ്പോൾ അത്